ഇക്കാര്യത്തിൽ തുറന്ന മനസ്സോടുകൂടി ആദ്യത്തെ എറണാകുളത്തുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇങ്ങനൊരു പരിശോധന അന്വേഷണം വേണം ആവശ്യപ്പെട്ടു. കൃത്യമായി അതിന് കമ്മിറ്റിയെ നിയോഗിച്ചു, കമ്മീഷൻ വെച്ചു, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി പരിശോധിച്ചു, റിപ്പോർട്ട് കൊടുത്തു. അത് പുറത്തുവിടുമ്പോൾ കോടതി ഇടയ്ക്ക് സ്റ്റേ ചെയ്യുകയും അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിൽ തടസ്സങ്ങൾ വന്നപ്പോഴാണ് ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഒന്നും പറയാനുമില്ല, ഈ കാര്യത്തിൽ ഒരു തരത്തിലാരും രക്ഷപ്പെടുത്തുന്നുമില്ല. എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ആധികാരികമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്ര ഉന്നതരായിരുന്നാലും തെറ്റുകൾ കണ്ടാൽ തെറ്റിന്റെ മുമ്പിൽ മാറി നിൽക്കുന്ന ഗവൺമെന്റ് ഇല്ല. അതുകൊണ്ട് മുദ്ര വെച്ച് കവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന് അടക്കാതിരിക്കും. നേരത്തെ തന്നെ ഗവൺമെന്റ് ഇക്കാര്യം കോടതി പറഞ്ഞവരില്ലേ ഇല്ല. അതിനകത്തൊരു പ്രശ്നം നിയമപ്രശ്നമാണ്. ആ നിയമപ്രശ്നം വെച്ചാൽ ഒരാൾ പരാതിപ്പെടാതെ ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ടിൽ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കുന്ന രൂപത്തിലേക്ക് പോയാൽ അത് രക്ഷപ്പെടില്ല എന്നുള്ളതാണ് സോളാർ മാറ്റി മാറ്റിയിരിക്കുന്നത്. ചില പ്രശ്നങ്ങൾ അതിനകത്ത് വരുന്നത് ഇത് നിയമപ്രശ്നമാണ്. അല്ലെ വക്കീലിരിക്കുന്നത് അല്ല, ഇതിൽ അന്വേഷണം പരിശോധന നടത്തണം. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതികൾ വരണം. അതാണ് നിയമജ്ഞന്മാർ തന്ന ഉപദേശം. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോഴേ നമുക്ക് കേസുകൾ എടുത്തിട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം ഈ ഇങ്ങനെ ഒരു കമ്മീഷൻ പോയി റിപ്പോർട്ട് കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കേസെടുത്താൽ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പരാതി വരട്ടെ. ഹൈക്കോടതി ചോദിച്ചു ഈ പരാതി ഇതിൽ പറയുന്ന ആരെങ്കിലും